നമസ്കാരം. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ വിജയശതമാനം വർദ്ധിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ തൃപ്തിയായ വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനിടയുള്ളതുകൊണ്ട് പുറമേ നിന്നും ഭക്ഷണം കഴിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യക്തമായുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. സ്വല്പം അധിക ചെലവ് അനുഭവപ്പെടുമെങ്കിൽ പോലും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ തിരിച്ചു സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകും എന്ന വിധത്തിൽ വളരെ ആധുനിക പ്രചരണ രീതികൾ അവലംബിച്ചും കൊണ്ടും ഉദ്ധരിക്കാനുള്ള സാഹചര്യങ്ങൾ വേണ്ട വിധത്തിൽ അവലംബിക്കുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും, അതായത് 2020 ജോലി നഷ്ടപ്പെട്ട് 2025 തിരികെ പോയി ഇനി കുടുംബാംഗങ്ങളെ അവിടേക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ജോലിയിൽ ഒരു മാറ്റമുണ്ടായിട്ടുണ്ട്. അതിന് തക്കവണ്ണമുള്ള സൗകര്യത്തോടു കൂടിയതായിട്ടുള്ള ഗൃഹം ലഭിക്കത്തക്ക വിധത്തിലുള്ള സ്ഥാനക്കയറ്റവും അങ്ങനെ പല വിധത്തിലുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ കുടുംബാംഗങ്ങളെ അവിടേക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെത്തിച്ചേരുവാനും മാതാപിതാക്കളോടൊപ്പം നാട്ടുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓണാഘോഷം വളരെ മംഗളകരമാക്കി തീർക്കുവാനും കലാകായിക മത്സരങ്ങളിൽ നേതൃത്വം നൽകി വളരെ രസകരമായിട്ടുള്ള രീതിയിൽ അനുവർത്തിക്കുവാനും സാധ്യതയുണ്ട്. തൃപ്തികരമായിട്ടുള്ള ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുവാനായിട്ട് അന്വേഷണം ആരംഭിക്കുവാനും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ളത് കണ്ടെത്തുവാനും പ്രാഥമിക സംഖ്യ കൊടുത്തു കരാർ എഴുതുവാനും ഇടയുണ്ട്. ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കുന്നത് വഴി പുതിയ ചുമതലകൾ ഏറ്റെടുക്കുവാനിടവരും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ അവസരം വന്നു ചേരും. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രാണായാമം, യോഗം സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനും അതൊരു ജീവിതചര്യയാക്കി മാറ്റുവാനും സാധ്യത കാണുന്നു. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാനായിട്ട് വരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വത്തോടു കൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. ഗഹനമായിട്ടുള്ള ഏതൊരു കാര്യങ്ങളും ലളിതമായിട്ട് അവതരിപ്പിക്കുന്നത് വഴി സർവർക്കും സ്വീകാര്യമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ വിജയം കൈവരിക്കും. സ്വയം ഭരണാധികാരം ലഭിച്ചതിനാൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. മനസ്സിന് വളരെ ഏകാഗ്രതയോടുകൂടിയും സ്ഥാപനത്തിന് ഏറ്റവും ദീർഘവീക്ഷണത്തോടു കൂടിയതും കുറേ ആൾക്കാർക്ക് ശമ്പളം അല്ലെങ്കിൽ ഉപജീവന മാർഗം കൊടുക്കുക എന്ന നിലയിൽ പുതിയതായുള്ള തൊഴിൽ ക്രമീകരിക്കുവാനും തുടക്കം കുറിക്കുവാനും അവസരമുണ്ടാകും. അനിഷ്ടമായിട്ടുള്ള പല ചിന്തകളും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും ആധ്യാത്മിക പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും സഹപ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരുവാനിടവരും. ലളിതമായിട്ടുള്ള വ്യവസ്ഥയിൽ ഒരുപക്ഷെ സാമ്പത്തിക വായ്പ എടുത്തും കൊണ്ട് ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാനിടവരും. മേലധികാരികളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് അഹോരാത്രം പ്രവർത്തിക്കാൻ തീരുമാനിക്കും. കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. ഇനി മുതൽ ജീവിത പങ്കാളിക്ക് മറ്റൊരു ഉയർന്ന തസ്തികയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ജീവിത പങ്കാളി എവിടെ ജോലി ചെയ്യുന്നു അതിനനുസരിച്ച് സ്വയമേവ തൊഴിൽ ക്രമീകരിക്കാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. സർവർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു.
സാഹചര്യങ്ങൾക്കനുസരിച്ച് ആർഭാടങ്ങൾ ഒഴിവാക്കുവാൻ തീരുമാനിക്കും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാൻ ഇടവരുന്നതുമാണ്. രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് നന്നായിരിക്കും. മാനഹാനി ഉണ്ടാകുമോ എന്ന ധാരണയോടുകൂടി തന്നെ പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ 1-2 മാസമായിട്ട് അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്ന് ചേരുകയും പൊതുവെ ഈ 2 മാസം കഴിഞ്ഞാൽ അത് നിൽക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോഴും ഇനിയും 1 മാസത്തേക്ക് വിളവെടുപ്പ് വന്ന് ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ജോലിയോടൊപ്പം ഈ ഒരു പാത തുടരുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ഒരുപക്ഷെ വിപുലമായിട്ടുള്ള കൃഷി രീതികളായതുകൊണ്ട് അതിനോട് തത്തുല്യമായിട്ട് സമാന ചിന്താഗതിയിലുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടും കൃഷി വകുപ്പിൻ്റെ പൂർണ്ണ സഹകരണത്തോടു കൂടിയും വിപുലമാക്കുവാൻ തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. മേലധികാരികളുടെ ദുസ്സംശയങ്ങൾക്ക് കൃത്യമായുള്ള വിശദീകരണം നൽകാൻ സാധ്യത കാണുന്നുണ്ട്. പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികൾ അവലംബിച്ച് നിലവിലുള്ള മരുന്നുകളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രകൃതി ഭക്ഷണ രീതികളും യോഗയും പ്രാണായാമവും ശീലിക്കാൻ തീരുമാനിക്കും. വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ ഏർപ്പെടുന്നത് വഴി പലപ്പോഴും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ മാതാപിതാക്കളെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഗവേഷകർക്ക് ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കാനിട വരും. ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. പലപ്പോഴും ചില കാര്യങ്ങളിൽ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ പോലും എല്ലാം വളരെ ഭംഗിയായിട്ട് അതിജീവിക്കാനുള്ള ഒരവസരം ഉണ്ടാകുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും ഉത്രാട നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുക, മറ്റു ചിലർക്കാണെങ്കിൽ വികസിത രാഷ്ട്രത്തിൽ പഠിക്കാൻ തക്ക പഠിപ്പും ജോലിയും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യാനുള്ള അവസരമുണ്ടാകും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ കുട്ടികളെയൊക്കെ തന്നെ അച്ഛനമ്മമാരെ ഏൽപ്പിച്ചുകൊണ്ട് സ്വതന്ത്രമായിട്ട് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും മറ്റൊരു ദേശത്ത് ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ള അവസരം ഉണ്ടാവും. ഒരുപക്ഷെ ഇത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. 2 വർഷത്തിന് ശേഷം ഈ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം നല്ല തസ്തികയോട് കൂടിയതായിട്ടുള്ള ജോലിക്ക് ഒരു മുന്നോടിയായിട്ടാണ് ഇങ്ങനെയുള്ള ക്രമീകരണം വേണ്ടി വരുവാൻ ഇടയുള്ളത്. കർമ്മമണ്ഡലങ്ങളിൽ പുതിയ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി പ്രചരണ രീതികൾ അവലംബിക്കുന്നത് വഴിയും അന്വേഷണങ്ങളും അവസരങ്ങളും ധാരാളം വ്യാപാര മേഖലയിൽ ഉദ്ധരിക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം, ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ബന്ധുമിത്രാദികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും വിദേശത്തുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടും ഓണാഘോഷം മംഗളകരമാക്കി തീർക്കുവാൻ സാധ്യത കാണുന്നു. അവിചാരിതമായിട്ട് പകർച്ചവ്യാധി പിടിപെടുന്നതിൻ്റെ വെളിച്ചത്തിൽ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പോവാതെ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ജോലി ചെയ്യാൻ തക്കവണ്ണം ഉള്ള അവസരത്തിന് യോഗം കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നു. സ്വന്തം കാര്യങ്ങൾ നീക്കിവെച്ച് ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചും കൊണ്ട് ഒരുപക്ഷെ ജോലിയിൽ നിന്നും പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ലാതെ ജോലിയോടൊപ്പം തന്നെ അവരുടെ കാര്യങ്ങൾ പോലും അനുവർത്തിക്കുവാനുള്ള അവസരം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. യുക്തമായുള്ള നിർദ്ദേശങ്ങളും ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള ഉപദേശങ്ങളും തേടി കർമ്മമണ്ഡലങ്ങൾക്ക് പുതിയ ആശയങ്ങൾ അവലംബിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനിടയുണ്ട്. ജോലി ഉപേക്ഷിച്ച് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഗുണകരമായി തീരും.
കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കുവാനിടയുണ്ട്. ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ തക്കവണ്ണം ആത്മാർത്ഥമായി പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും അവസരത്തിന് യോഗം കാണുന്നു. ആഗ്രഹസാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗമുണ്ട്. വിദഗ്ധമായുള്ള ചികിത്സ ലഭിക്കുന്നത് വഴി ഏറ്റവും വേഗത്തിൽ തന്നെ രോഗവിമുക്തി വരുവാനും എല്ലാ വിധത്തിലുള്ള കർമ്മമണ്ഡലങ്ങളിൽ സജീവമാകുവാനും ഇടയുണ്ട്. വിശാല മനസ്ഥിതിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ചില ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട്. പുതിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ ഇടവരും. പ്രായോഗിക വശവും ആധുനിക സംവിധാനവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ ഇടയുണ്ട്. അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും സർവർക്കും സ്വീകാര്യത വന്നു ചേരുവാനും ഇടയുണ്ട്. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ജന്മനാട്ടിലേക്കുള്ള ഓണാഘോഷത്തിനുള്ള യാത്ര മാറ്റിവെച്ചും കൊണ്ട് ചിലർക്ക് മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. മറ്റു ചിലർക്ക് വിദേശികളെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് മംഗളകരമാക്കി തീർക്കുവാനും ഇടയുണ്ട്. പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവരിലെല്ലാം വിജയം കൈവരിക്കും. ഭരണ സംവിധാനത്തിൽ അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന വിധത്തിൽ ഉള്ള സാഹചര്യങ്ങളും ദീർഘകാല പദ്ധതികളും വന്നു ചേരുവാനിടവരും. വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും ഇടയുണ്ട്. വിദഗ്ധമായുള്ള ചികിത്സ ലഭിക്കുന്നത് വഴി എല്ലാ വിധത്തിലുള്ള അസുഖങ്ങൾക്കും ഒരു ശമനം വന്നു ചേരുവാൻ ഇടയുണ്ട്. സ്വദേശ വസ്തുക്കൾ, സ്വദേശ ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില വിദേശ വസ്തുക്കളെല്ലാം തന്നെ ഒഴിവാക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. അശ്രാന്ത പരിശ്രമത്താൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകും. പക്ഷഭേദമില്ലാതെ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഉപകരിക്കുന്നതുമാണ്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. അർഹമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വന്നു ചേരുന്നത് വഴി നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനിടവരും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. പലപ്പോഴും ക്ഷമിക്കാനും സഹിക്കുവാനുമുള്ള കഴിവ് മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടവരും. വിധിയെ കുറ്റം പറയാതെ ആത്മാർത്ഥമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധതയും കഴിവും പ്രാപ്തിയും അങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഏതൊരു മാർഗതടസ്സങ്ങളെയും അതിജീവിച്ച് അനുകൂലമായുള്ള അവസരങ്ങൾക്ക് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം എന്നിവ അനുകൂലമായുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. ഫലപ്രാപ്തി നേടുന്ന കർമ്മമണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് യോഗമുണ്ട്. കഴിഞ്ഞ 2 മാസമായിട്ട് പുതിയ കരാർ ജോലികൾ പലതും വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ ജോലി ഉപേക്ഷിക്കാതെ തന്നെ പ്രവൃത്തി പരിചയമുള്ള മേഖലകളായതുകൊണ്ട് ആത്മാർത്ഥ സുഹൃത്തിനെ ഏൽപ്പിക്കാം എന്ന ധാരണയോടുകൂടി തന്നെ പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷകൾ നൽകാനും പ്രാഥമികമായിട്ടുള്ള ഫീസ് കൊടുക്കുവാനും അവസരം വന്നു ചേരും. പൊതുവെ സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരിയും ഉടമസ്ഥരും ഏൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനുള്ള അവസരം അഥവാ ഏറ്റെടുക്കുവാനുള്ള അവസരം തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.